ഈശ്വരേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചിട്ട് ഈശോ ശിമിയോൻ പത്രോസിന്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. ഈശോ പത്രോസിന്റെ ഭവനത്തിലെത്തുന്നു. അവിടെ പനി പിടിച്ചു കിടക്കുന്ന പത്രോസിന്റെ അമ്മായിമ്മയെ കാണുന്നു. അവരെല്ലാവരും ഈ അമ്മായിമ്മയുടെ കാര്യം, ഈ രോഗവിവരം ഈശോയോട് പറയുകയാണ്. ഈശോ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പനി വിട്ടുമാറിയതായിട്ട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹപൂർവ്വം അവരുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് സൗഖ്യം നൽകുന്നു. അവിടെ തന്നെ നമ്മൾ വായിക്കുകയാണ്, അന്ന് സൂര്യാസ്തമയമായപ്പോൾ അനേകം രോഗികളെ അവര് ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഈശോ അവർക്ക് സൗഖ്യം നൽകുന്നു. അവർ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുന്ന കാര്യം സ്നേഹപൂർവ്വം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസിലെ നമ്മളോട് പറയുന്നത്. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് മറ്റാരോടും ഒരു കടപ്പാടും ഉണ്ടാകരുതെന്ന് പറയുകയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ശുശ്രൂഷകൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഈശോയെ പോലെ, പൗലോസിലെ പറയുന്നത് പോലെ സ്നേഹത്തോടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് മറ്റാരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. സ്നേഹത്തോടെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.